ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ അടിയന്തരമായി റോഡിലിറങ്ങി സാങ്കേതിക തകരാറുകൾ മൂലമാണ് റോഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഹെലികോപ്റ്ററിനും റോഡിനും സമീപത്തെ വീടിനും കാറിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്ന സാഹചര്യം? എന്താണ് ഉണ്ടായിരിക്കുന്ന കേടുപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ? വലിയ നാശമാണോ സംഭവിച്ചിരിക്കുന്നത്? നാശനഷ്ടമാണോ? അക്ഷയ, വലിയ ഭീകരമായ കുഴപ്പങ്ങളില്ല. ഇത് ഒരു സ്വകാര്യ ഹെലികോപ്റ്ററാണ്. ഇത് തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു. പെട്ടെന്ന് സാങ്കേതിക തകരാർ സംഭവിച്ചു. അപ്പോഴാണ് താഴേക്ക് റോഡിലേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്. എന്തായാലും കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്, പൈലറ്റ് സുരക്ഷിതരുമാണ്. എന്നാൽ സാങ്കേതിക തകരാറ് കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഉടനെ തന്നെ റോഡിലേക്ക് ഇറക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വീട്, കട, ഒപ്പം തന്നെ ഈ ഹെലികോപ്റ്റർ എന്നിവയ്ക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഈ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്നുള്ള ഹെലികോപ്റ്ററാണ്? ആരാണ് ഇതിലുള്ള ആളുകൾ? അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? കേദാർനാഥിലേക്ക് സഞ്ചരിച്ചിരുന്ന ആളുകളാണ്, അവിടെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി പോയിരുന്ന ആളുകളാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അവർ കേദാർനാഥിലേക്ക് നടന്നു പോകാൻ പ്രയാസം പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പലരും ഇങ്ങനെ ഹെലികോപ്റ്ററിലാണ് സഞ്ചരിക്കുക. അങ്ങനെ പോയ ആളുകളാണ്. ഇതൊരു സ്വകാര്യ ഹെലികോപ്റ്ററായിരുന്നു. അതല്ലാതെ തന്നെ അവിടെ ഹെലികോപ്റ്റർ സർവീസ് നടത്തുന്നുണ്ട്. അതിന് പുറമെയുള്ള സ്വകാര്യ ഹെലികോപ്റ്ററായിരുന്നു. ഇടയ്ക്ക് വെച്ച് സാങ്കേതിക തകരാർ വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഇറക്കേണ്ടി വന്നത്. ശരി, എന്തായാലും യാത്രക്കാരൊക്കെയും സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെ ആശ്വാസമാണ്. പൈലറ്റിനും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള വിവരമാണ് അനൂപ് ദാസ് പങ്കുവച്ചത്.